ഫെയർപുങ്ക്റ്റ്. ഈ തിരക്കിട്ട ലൈഫിനിടയിലും ഹ്യൂമാനിറ്റിയും കമ്പാഷനും കൊണ്ട് മുന്നോട്ടു പോകുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ജർമ്മനിയിൽ. അങ്ങനെയുള്ള ഒരു മോഡേൺ ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സീഗ്ബുർഗിലെ ഫെയർപുങ്ക്റ്റ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ്. അതായത് ആളുകൾ യൂസ് ചെയ്തിട്ട് പിന്നീട് ഡൊണേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ലോ പ്രൈസിൽ വിൽക്കുന്നു. ക്ലോത്ത്സ്, ഫർണിച്ചേഴ്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ബുക്സ്, ടോയ്സ്, അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണെങ്കിലും ഇവിടെ വിൽക്കുന്ന എല്ലാ ഐറ്റംസും വളരെ ക്ലീനും നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. ജർമ്മനിയിലെ ഫേമസ് ഓർഗനൈസേഷനായ ദിയാക്കോണി മിഷായേൽ ഷോവറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണിത്. ഇതൊരു നോർമൽ ഷോപ്പല്ല. ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇത് അവരുടെ ലീവിംഗ് കോസ്റ്റ് നല്ല പോലെ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഇവരുടെ കാർഡ് യൂസ് ചെയ്ത് 30% വരെ എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. ഇത് മാത്രമല്ല, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കും എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവർക്കും തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് ഈ ഓർഗനൈസേഷന്റെ മറ്റൊരു ലക്ഷ്യം. സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ് ഇവിടെ വിൽക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി. എന്നാൽ ഒറ്റ തവണ ഇവിടെ വന്നു കഴിയുമ്പോൾ ഫെയർപുങ്ക്റ്റ് ആ ധാരണയെല്ലാം മാറ്റും. ഇവിടെയുള്ള ഓരോ പ്രൊഡക്റ്റും വളരെ കെയർഫുള്ളായി സെലക്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് ലോ പ്രൈസിലാണ് ഇവിടെ വിൽക്കുന്നത്. 2 നിലകളുള്ള അത്യാവശ്യം വലിയൊരു സ്റ്റോറാണിത്. താഴെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ ക്രോക്കറീസും ഫർണിച്ചേഴ്സും ബുക്സും പിന്നെ പെയിന്റിങ്സുമാണ് ഉള്ളത്. ക്രോക്കറീസിന്റെ ഒത്തിരി കളക്ഷൻസ് ഇവിടെയുണ്ട്. ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെയുള്ള ഓരോ പ്രൊഡക്ട്സും കാഴ്ചയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഇതിന്റെ ഓരോന്നിന്റെയും പ്രൈസ് ആണ്. രണ്ട് പ്രൈസാണ് ഓരോ പ്രൊഡക്റ്റിന്റെ ടാഗിലും ഉള്ളത്. അതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഇതിന്റെ നോർമൽ പ്രൈസും രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഇവരുടെ ഡിസ്കൗണ്ട് പ്രൈസുമാണ്. ഏകദേശം 30% വരെ ഡിസ്കൗണ്ട് ഓരോ പ്രൊഡക്ട്സിനും ഉണ്ട്. നമ്മളൊരു സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 4 ഇരട്ടി പ്രൈസെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. ഇവരുടെ ഫർണിച്ചേഴ്സിന്റെ കളക്ഷൻസും അടിപൊളിയാണ്. ഇവിടെയുള്ള ഭൂരിഭാഗം അപ്പാർട്ട്മെന്റുകളും അൺഫർണിച്ചർഡ് ആയിരിക്കും. ഒരുപാട് പൈസ മുടക്കി ഫർണിച്ചേഴ്സ് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ന്യായമായ ഒരു ഡെലിവറി ചാർജ് കൊടുത്താൽ ഫർണിച്ചേഴ്സ് ഇവര് നമ്മുടെ വീട്ടിൽ കൊണ്ടെത്തിക്കും. മുകളിലത്തെ നിലയിലായിട്ടാണ് ഡ്രസ് ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗേൾസിന് പറ്റിയ ടോപ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട്. ടോപ്സ് മാത്രമല്ല, ജീൻസും കോട്ടും ബാഗുകളും ചപ്പൽസും എല്ലാം വളരെ കുറഞ്ഞ പ്രൈസിൽ അത്യാവശ്യം
നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. റീസൈക്കിൾ എന്ന ഐഡിയയ്ക്ക് ഫെയർപുങ്ക്റ്റ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. സീഗ്ബുർഗിലെയും അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലെയും ആളുകളുടെ വലിയ സപ്പോർട്ടോടെയാണ് ഫെയർപുങ്ക്റ്റ് പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് അവരുടെ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഡൊണേറ്റ് ചെയ്യാം. ഡൊണേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ യൂസബിൾ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കണം എന്ന് മാത്രം. കുട്ടികൾക്കായിട്ട് ടോയ്സ്, കുട്ടി ഉടുപ്പുകള്, ചെരുപ്പുകള് എല്ലാം ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജർമ്മനിയിൽ സ്പെഷ്യലി സീഗ്ബുർഗ് വിസിറ്റ് ചെയ്യുമ്പോൾ ഫെയർപുങ്ക്റ്റ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഐറ്റം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.